വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും കുഴിപ്പള്ളം ഫാമിലിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ആ ഒരു ഫാമിലിയെ എപ്പോഴാണ് ഉപ്പും മുളകിൽ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത്, എപ്പോഴാണ് സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിന് തന്നെ സീസൺ 1 ശേഷം അങ്ങനത്തെ കഥാപാത്രങ്ങൾ സീസൺ 2 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡയലോഗുകൾ കൊണ്ട് മാത്രം അവരവിടെ എക്സിസ്റ്റിംഗ് ആണ് എന്ന രീതിക്ക് ലച്ചു ഇടയ്ക്ക് പോയിട്ട് വരുന്നത് പോലെ സീസൺ 2 തൊട്ട് 3 വരെയും അങ്ങനെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴിപ്പള്ളം അമ്മ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് 2 കഥാപാത്രങ്ങളുണ്ട്. സിദ്ധു എന്നൊരു കഥാപാത്രമുണ്ട് എന്ന് പറയല്ലാതെ ഇതുവരെ അവരെ ആരും തന്നെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സീസൺ 1 ആ ഒരു കല്യാണത്തിന് സമയത്ത് 2-3 കഥാപാത്രങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സിദ്ധുവിൻ്റെ അച്ഛനാണ് അമ്മയാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇനി ആ ഒരു കഥാപാത്രങ്ങൾ അതിൽ ആ ഒരു ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നതെന്ന് വെച്ചാൽ അല്ല, പുതിയ ആർട്ടിസ്റ്റുകളായിരിക്കും ആ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ പോകുന്നത്. സീസൺ 2 മുതൽ ഏറ്റവും കൂടുതൽ എപ്പിസോഡുകളിൽ ഡയലോഗ് കൊണ്ട് മാത്രം പറഞ്ഞ കഥാപാത്രങ്ങളാണ് ഇവർ 3 പേരും. അതായത് കുഴിപ്പള്ളം ജനാർദ്ദൻ ചേട്ടനും കുഴിപ്പള്ളം അമ്മയും സിദ്ധു എന്നൊരു കഥാപാത്രം. ഈ ഒരു 3 കഥാപാത്രം ഇതുവരെ ഒരു സ്ക്രീനിൽ കാണിച്ചിട്ടില്ല. സീസൺ 2 തുടങ്ങിയതിന് ശേഷം സീസൺ 3 ഇപ്പോൾ ഓൾമോസ്റ്റ് 35 എപ്പിസോഡോളമായി ഇതുവരെ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല. ഡയലോഗുകൾ കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ് ഇവരെല്ലാവരും. ഇപ്പോൾ ഇവരിനി എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചാൽ കുറേ പേര് കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ മുളകിൻ്റെ തന്നെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഒരു കമൻറ്റെങ്കിലും ഈ ഒരു കുഴിപ്പള്ളം ഫാമിലി കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാതിരിക്കത്തില്ല. സീസൺ 3 നമുക്ക് അവരുടെ ഒരു റീ എൻട്രി എക്സ്പെക്ട് ചെയ്യാം. കാരണം സീസൺ 3 വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ ഡയലോഗുകൾ കൊണ്ട് മാത്രം പറഞ്ഞ കഥാപാത്രങ്ങളെയൊക്കെ സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് മഹാദേവൻ തമ്പി എന്ന് പറഞ്ഞൊരു കഥാപാത്രം. സീസൺ 1 തുടക്കം മുതൽ ഡയലോഗുകൾ കൊണ്ട് മാത്രം ഉണ്ടായിരുന്നൊരു കഥാപാത്രമാണത്. എന്താണെന്ന് വെച്ചാൽ ബാലുവിൻ്റെ ലവ് സ്റ്റോറി തന്നെ ബാലു പാഴൂർ വല്യച്ഛൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ടാണ് എന്ന രീതിക്ക് ഒരുപാട് എപ്പിസോഡിൽ ഒരുപാട് ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സീസൺ 3 ആ ഒരു കഥാപാത്രത്തെ നേരിട്ട് കൊണ്ടുവന്ന് ആ ഒരു കഥാപാത്രം ചെയ്തത് ഒരു വേറെ ലെവൽ ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു ജനാർദ്ദൻ ചേട്ടൻ. അപ്പോൾ സീസൺ 3 അവർ ഇതുവരെ ഡയലോഗുകൾ കൊണ്ട് പറഞ്ഞ കഥാപാത്രങ്ങളെയൊക്കെ നേരിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഊഴം അത് കുഴിപ്പള്ളം ഫാമിലിയുടെ തന്നെ ആയിരിക്കത്തുള്ളൂ. അത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റായി ആവുമെന്ന് തന്നെയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഈ മഹാദേവൻ തമ്പി എന്നൊരു കഥാപാത്രത്തെ അവർ ജനാർദ്ദൻ ചേട്ടനെയാണ് കൊടുത്തത്. നമുക്കറിയാം സിനിമ ഇൻഡസ്ട്രിയിൽ എത്ര വലിയ ആർട്ടിസ്റ്റാണ് ജനാർദ്ദൻ ചേട്ടനെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഈ കുഴിപ്പള്ളം അമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും ഭയങ്കര വെയിറ്റിലൊരു ക്യാരക്ടറാണ്. ബാലു ഇടയ്ക്കിടയ്ക്ക് സീസൺ 2 തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെയും നല്ലൊരു ആർട്ടിസ്റ്റിനെ തന്നെ അവർ കൊടുക്കത്തുള്ളൂ. അതായത് നല്ല പേര് കേട്ട ആർട്ടിസ്റ്റ് തന്നെ ആയിരിക്കും ആ ഒരു കഥാപാത്രം ചെയ്യാൻ പോകുന്നതും. ഇനിയിപ്പോൾ എപ്പോഴാണ് ആ ഒരു കഥാപാത്രം സ്ക്രീനിലോട്ട് വരാൻ പോകാൻ ചാൻസ് കൂടുതലെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ എപ്പിസോഡിന് തന്നെ അവരെല്ലാവരും ഒരുമിച്ച് വരത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ജനാർദ്ദൻ ചേട്ടൻ വെച്ച പോലെ സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് വെക്കുമായിരിക്കും. ഏതായാലും ഇനി അടുത്ത ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഓണം സ്പെഷ്യൽ എപ്പിസോഡിനാണ്. ഓണം സ്പെഷ്യൽ എപ്പിസോഡിനാണ് കുറേ പുതിയ കഥാപാത്രങ്ങളെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫുൾ ഫാമിലി എപ്പിസോഡ് വരിക. അതുകൊണ്ട് ഓണം സ്പെഷ്യൽ എപ്പിസോഡിന് കുഴിപ്പള്ളം ഫാമിലിയെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. കുഴിപ്പള്ളം ഫാമിലി മാത്രമല്ല സിദ്ധു എന്നൊരു കഥാപാത്രത്തെയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പം മുളകം ഈ സീസൺ 3 പ്രേക്ഷകർക്ക് ഒരുപാട് സസ്പെൻസ് കാത്തിരിക്കുന്നുണ്ട്. അതായത് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെയാണ് മഹാദേവൻ തമ്പി എന്നൊരു കഥാപാത്രത്തെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനിയിപ്പോൾ അടുത്ത ഊഴം കുഴിപ്പള്ളം ഫാമിലിയുടെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി അവരുടെയൊക്കെ എൻട്രികൾ എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ ആ ഒരു എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? അതായത് കുഴിപ്പള്ളം ഫാമിലി സ്ക്രീനിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകം അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.